ക്ലീറ്റസ് ആൻ്റണി ക്ലീറ്റസ്. എൻ്റെ വീട്ടിൻ്റെ പേരാണെങ്കിൽ മറോണ. ശരിക്കും ഇത് ചെറിയൊരു മറോണ പാലസ് എന്നുള്ള പരിപാടിയായിരുന്നു എനിക്ക്. പക്ഷെ മറോണ ഗാർഡനായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഒരു പ്രവാസിയും കൂടെ ആണ്. ഞാനിവിടെ വീട് വെച്ച് താമസമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് കറണ്ടിൻ്റെ ബില്ല് വളരെ ഹ്യൂഗായിട്ട് എനിക്ക് തോന്നിയപ്പോഴത്തേന് കേരള സ്റ്റേറ്റിൻ്റെ KSCBയുടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, സോളാറിൻ്റെ ഒരു രജിസ്ട്രേഷൻ. ഇങ്ങനെ ഞങ്ങളൊക്കെ പോയി അന്ന് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഞാനും പേര് രജിസ്റ്റർ ചെയ്തു. അന്ന് അവർ പറഞ്ഞു ഒരു 32 കമ്പനികൾ സോളാറിൻ്റെ വർക്കിന് വേണ്ടി അവർ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അവർ സെലക്ട് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ടാറ്റയ്ക്കാണ് എൻ്റെ ചോയ്സ് വന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ടാറ്റക്കാരുടെ ഒരു വിളി വന്നു. അവർ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞു. പിന്നെ അവരുടെ ഒരു അനക്കമില്ലായിരുന്നു. വർഷം ഒന്ന് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കറണ്ടിൻ്റെ ബില്ല് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സോളാർ വെക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഞാൻ മറ്റുള്ള കമ്പനികളെ സെർച്ച് ചെയ്ത് നോക്കി. കുറേ കമ്പനികൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കൂടാരം തന്നെയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ കമ്പനികൾ നോക്കിയ കൂട്ടത്തിലാണ് ഞാൻ മോസ്റ്റ് വിഷൻ സെലക്ട് ചെയ്തത്. അങ്ങനെ മോസ്റ്റ് വിഷൻ്റെ MD മിസ്റ്റർ അനൂപുമായിട്ട് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തു. അനൂപ് നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. മറ്റുള്ള കമ്പനിക്കാരെ അപേക്ഷിച്ച് ചിലർ വരുമ്പോൾ സ്ട്രക്ചറൽ വർക്ക് സെപ്പറേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ എനിക്കത് മനസ്സിലാക്കാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് ഈ മോസ്റ്റ് വിഷൻ്റെ അനൂപ് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അനൂപ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ അനൂപിന് എൻ്റെ വർക്ക് കൊടുത്തത്. നിശ്ചിത സമയം, പറഞ്ഞ ഡേറ്റ്, അവരുടെ വർക്കിൻ്റെ കൃത്യനിർവഹണം, വർക്ക് ചെയ്യാൻ വന്ന വർക്കേഴ്സ്. ഞാനും ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് ആ വർക്ക് ചെയ്യാൻ വന്ന വർക്കേഴ്സിൻ്റെ ആ സഹകരണവും അവരുടെ വർക്കും അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും അവരുടെ സൂപ്പർവൈസിങ്ങിന് പിറകെ എൻ്റെ ചില ഇൻസ്ട്രക്ഷൻ അവർ കാര്യമായിട്ട് എടുക്കുകയും ഞാൻ സെലക്ട് ചെയ്ത മെറ്റീരിയൽ മറ്റുള്ളവർ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഇത്തിരി ക്വാളിറ്റി കൂടിയ മെറ്റീരിയലുകളൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരുപക്ഷെ മറ്റുള്ളവർ അങ്ങനെയുള്ള മെറ്റീരിയൽ എടുത്ത് ചെയ്യണമെന്നില്ല. അപ്പം ടാറ്റയുടെ മെറ്റീരിയൽ എടുത്തു, സ്ട്രക്ചർ ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ ഒരു ടൈമിൽ എൻ്റെ വർക്ക് തീർത്തു തന്നു. ആ സമയത്ത് എൻ്റെ പ്രൊഡക്ഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടായിരുന്നത് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഓടിൻ്റെ മേലിൽ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലിൽ ഓട് പാവിയതിൻ്റെ പുറത്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാലും അനൂപിൻ്റെ ഒരു വർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളിനെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് എൻ്റെ വർക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. നല്ല ടീമാണ്. അവരുടെ വർക്ക് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഇതിലും വലിയ സ്ട്രക്ചറൽ വർക്കുകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ വർക്കിനെ കുറിച്ച് എനിക്ക് ഒരു കുറ്റവും പറയാൻ പറ്റുന്നില്ല. അനൂപിൻ്റെ മോസ്റ്റ് വിഷൻ്റെ MD ആയ മിസ്റ്റർ അനൂപിൻ്റെ കോണ്ടാക്റ്റും എന്നോട് സംസാരിച്ച രീതിയും അക്ഷരം പ്രതി എല്ലാം ടൈം ടു ടൈം അവർ അത് പാലിച്ചു. എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. പിന്നെ അവരുടെ മോസ്റ്റ് വിഷന് എനിക്ക് നൽകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരു നല്ല ഒരു അഭിനന്ദനങ്ങളും അവർക്ക് വേണ്ടുന്ന ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് അവർക്ക് ആരെ വേണമെങ്കിലും കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസവും ഞാൻ ഇതിനകത്ത് അർപ്പിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഭാവുകങ്ങളും ഞാൻ അവർക്ക് നേരുന്നു എന്നുള്ളതാണ്. സനു എല്ലാ ഭാവുകങ്ങളും